ഗൗതം ഗംഭീർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം ചാമ്പ്യൻസ് ട്രോഫിയിലും ഏഷ്യ കപ്പിലും ഇന്ത്യയെ ഞാൻ ജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് രോഹിത് ശർമ്മ അതിന്റെ ഉത്തരം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സിയറ്റ് അവാർഡ് ദാന ചടങ്ങിൽ രോഹിത് ശർമ്മ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയുടെ കിരീടത്തിന് കാരണം ദ്രാവിഡാണ്. ദ്രാവിഡിന്റെ ഒരു കോച്ച് സ്റ്റിങ്റ്റ് കഴിഞ്ഞിട്ടാണ് ഗംഭീർ വരുന്നത്. അപ്പം ദ്രാവിഡ് കോച്ച് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ദ്രാവിഡിന്റെ കീഴിലുള്ള ടീമിന്റെ ഒരു എഫേർട്ടാണ് അത് എന്നുള്ളത്. ആ ക്രെഡിറ്റ് രോഹിത് ശർമ്മ കൊടുത്തിരിക്കുന്നത്, ചാമ്പ്യൻസ് ട്രോഫിയുടെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് രാഹുൽ ദ്രാവിഡ് എന്ന മുൻ കോച്ചിനാണ്. അതുപോലെ ഈ ഏഷ്യ കപ്പിലെ വിജയം അത് നമ്മൾ കണ്ടതാണ്. ഏഷ്യ കപ്പിലെ വിജയം എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 മത്സരങ്ങൾ നമ്മൾ കിതച്ചാണ് ജയിച്ചത്. പാകിസ്ഥാനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയൊക്കെയുള്ള മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും ടൈറ്റ്, അത് പാകിസ്ഥാനൊന്നും അവരുടെ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാത്ത മത്സരങ്ങളായിരുന്നു. അതും പിന്നെ ബാബർ അസമും പിന്നെ റിസ്വാനൊന്നും ഇല്ലാത്ത ഒരു ടീമിനെതിരെയാണ് ജയിച്ചത്. അതും ഫൈനലിൽ നമ്മൾ ഇന്ത്യ തോക്കുമെന്ന ഘട്ടത്തിലാണ് ജയിച്ചത്. ഒരു ദുർബലമായ ഒരു ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് അത് ഞാൻ ജയിപ്പിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഗംഭീർ എത്രത്തോളം ആ പ്രസ്താവനയിൽ അദ്ദേഹം തന്നെ സ്വയം അഭിരമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹത്തിന് തന്നെ ആ ഒരു പ്രസ്താവന പറയേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയായും ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേടുണ്ടാക്കുന്ന പ്രസ്താവന തന്നെയാണ്. അതായത് പിന്നെ T20യിലാണ് വിജയം. T20യിൽ ഓൾറെഡി ഇന്ത്യക്ക് IPL എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. IPL നല്ലവണ്ണം കളിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെയും. അപ്പൊ ഗംഭീർ എന്നുള്ള കോച്ചിന്റെ ഒരു മികവോ കാര്യങ്ങളോ ഒന്നും ആ പരമ്പരയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പൊതുവെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് വല്ലാത്ത സാധ്യതയും, അത് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ഒരുപാട് അദ്ദേഹം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. നമ്മൾ ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയക്കെതിരെ T20 സീരീസിലും അദ്ദേഹം വലിയ പരീക്ഷണങ്ങൾ നടത്തിയ സീരീസാണ്. പക്ഷെ നമ്മൾ ജയിക്കുന്നു. പക്ഷെ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ചിലർ പരാജയപ്പെട്ടാലും, വലിയ പ്രതീക്ഷ കൊടുത്ത പലരും പരാജയപ്പെട്ടാലും അവിടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ കളി. തീർച്ചയായിട്ടും IPL എന്നുള്ളൊരു സംഭവം, IPL കളിച്ച് വർഷങ്ങളോളം കളിച്ച് പരിചയമുള്ള ആൾക്കാരാണ് ഇന്ത്യൻ ടീമിലൊക്കെ ഉള്ളത്. അപ്പം അവിടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് പിന്നെ അവിടെ ഒരു സ്ഥാനം കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, ഒരുപാട് കളിക്കും. പക്ഷേ ശരിക്കും ഒരു കോച്ച് എന്നുള്ള നിലക്ക് ഒരു ആൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ടെസ്റ്റ് ക്രിക്കറ്റിൽ, അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റാണ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും മികച്ച ഫോർമാറ്റ്, ഏറ്റവും പിന്നെ ക്ലാസിക് ആയിട്ടുള്ള ഫോർമാറ്റ് അതാണ്. ആ ഒരു സീരീസുകളിൽ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുമ്പോൾ ഗംഭീർ എന്നുള്ള കോച്ച് ഒരു വലിയൊരു പരാജയമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം എന്നുള്ളത് ഗംഭീറിൻ്റെ ഈ പരീക്ഷണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു വാർത്ത എന്ന് വെച്ചാൽ ഗംഭീറിനെയും ഗ്രെഗ് ചാപ്പലിനെയും കമ്പയർ ചെയ്തിട്ടുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. ഗ്രെഗ് ചാപ്പലിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യ ക്രിക്കറ്റിലെ ഏറ്റവും വേസ്റ്റ് കോച്ചാണ് ഗ്രെഗ് ചാപ്പൽ.